സാർ ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ? ഇവിടെ കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ IT രംഗം ഭയങ്കരമായിട്ട് കുതിച്ചു വരുമായിരുന്നു. അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT ബിസിനസ് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ IT കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഇത് അപകടമാണല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2045 50 പറഞ്ഞ് 50 ആകുമ്പോഴേക്കും നമ്മുടെ കമ്പനിയൊക്കെ പൂട്ടിപ്പോവല്ലോ. അങ്ങനെ അവർ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചു. പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപ കൊടുത്തു. അത് എന്താണ് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ അത് ഏത് വഴിക്കാ പോയെന്ന് പറഞ്ഞില്ല. നിങ്ങളുടെ ഗതികേട് ഓർത്തിട്ട് കരയണോ ഞാൻ? അല്ല, ഇന്നിപ്പോ നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, കരയണോ അതോ ചിരിക്കണോ എന്ന്. അതേ ഹെഡിങ് തന്നെ വച്ചുകൊണ്ടാണ് മനോരമ ചർച്ച ആരംഭിക്കുന്നത്. മറ്റ് ഹെഡിങ് കിട്ടാത്തതുകൊണ്ടാണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഇന്നത്തെ ചർച്ചയ്ക്ക് ഏറ്റവും ഉചിതമായി പ്രതിപക്ഷത്തെ തന്നെയാണ് ശ്രീ അരുൺകുമാർ, സംശയിക്കേണ്ട. ഇന്നത്തെ ചർച്ചയ്ക്കും ഇന്ന് സഭയിൽ കണ്ടതിനും കേട്ടതിനും ഒക്കെ ഏറ്റവും ഉചിതമായ ഹെഡ്ലൈൻ അത് തന്നെയാണെന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചിരിക്കാം അല്ലെങ്കിൽ കരയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവണ്ണം ചെയ്യാം. ആ ആരോപണം CPM-ന്റേതാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. CPM-ന്റെ നിലപാട് മാത്രമാണ്. CPM-ന്റെ നിലപാട് എന്താണ്? അല്ല, CPM-ന്റെ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര MLA ഉന്നയിക്കുന്ന ആരോപണം അത് CPM-ന്റെ അറിവോടും അതുപോലെ തന്നെ CPM-ന്റേതും ആയിരിക്കുമല്ലോ. CPM ഈ തെളിവുകളൊക്കെ വിലയിരുത്തിയോ? നിലനിൽക്കുന്ന ആരോപണമാണെന്ന് CPM-ന് ഉറപ്പുണ്ടോ? അല്ല, ഞാൻ എന്താണ് ഇത്ര സംശയം? CPM-ന്റെ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര MLA, ആ MLA നിയമസഭയിൽ ആരോപിക്കുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ കൃത്യമായിട്ട് തെളിവുകളുടെ അകമ്പടിയോടെ തെളിവുകൾ കയ്യിലുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ ആരോപണം, ആ ആരോപണം വസ്തുനിഷ്ഠമായിരിക്കും, വസ്തുതാപരമായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമസഭ പോലുള്ള പ്രിവിലേജുള്ള ഒരു സമിതി ആഗ്രഹിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. CPM ഈ തെളിവുകളൊക്കെ വിലയിരുത്തി ഇത് ശരിയാണ്, വസ്തുതാപരമായി നിലനിൽക്കുന്ന ആരോപണമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തീർച്ചയായും CPM-ന് ബോധ്യമുണ്ട്. കാരണം CPM-ന്റെ MLA ആണ്, സ്വതന്ത്ര MLA ആയിട്ടാണ് മത്സരിച്ചിരിക്കുന്നതെങ്കിലും CPM-ന്റെ MLA ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. അദ്ദേഹം ഉന്നയിച്ച ഈ ആരോപണം വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അകമ്പടിയോടെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട് അല്ലെ? CPM ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. CPM-ന്റെ അറിവും സമ്മതവും വിലയിരുത്തലും പരിശോധനയും എല്ലാം കഴിഞ്ഞ് പിന്തുണയോടെയാണ് ഈ PV അൻവർ ഈ ആരോപണം ഉന്നയിച്ചത്. CPM പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. അല്ല, അങ്ങനെ പൂർണ്ണ ഉത്തരവാദിത്തത്തിന്റെ കാര്യമല്ലല്ലോ. കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഈ ഉന്നയിച്ച ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തു വരും എന്നതിൽ യാതൊരു സംശയമില്ല. താങ്കളുടെ വിശ്വാസം എന്താണ്, താങ്കളുടെ ആഗ്രഹം എന്താണ് എന്നല്ല ചോദിച്ചത്. PV അൻവർ അങ്ങനെ ആയിരിക്കും, PV അൻവറിന്റെ കയ്യിൽ ഉണ്ടാകുമായിരിക്കും, PV അൻവറിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടാകും എന്നല്ല ശ്രീ അരുൺകുമാർ, CPM-ന്റെ വക്താവ് ചർച്ചയിൽ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ പാർട്ടിയുടെ നിലപാടാണ് വ്യക്തമാക്കുന്നത്. CPM ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ആരോപണം മുന്നോട്ട് വെക്കുന്നത് അല്ലെ? താങ്കളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ആധികാരികമായി പറയുന്നു, പൊതുതത്വം തന്നെയാണ്.